The real story of incident. തങ്കമണി മറക്കാതെ കാണൂ. തിങ്കൾ മുതൽ ഞായർ വരെ എല്ലാ മണിക്കൂറും നിങ്ങളുടെ സ്വന്തം ടിവിയിൽ. തങ്കമണി, ദ റിയൽ സ്റ്റോറി ഓഫ് ഇൻസിഡന്റ്. തങ്കമണി മറക്കാതെ കാണൂ. ഹായ്, പുതിയ വീഡിയോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തങ്കമണി റിവ്യൂലോട്ടാണ്. എല്ലാവർക്കും അറിയാം, റിയൽ ഇൻസിഡൻറ്റിനെ ആസ്പദമാക്കി രതീഷ് രഘുനന്ദൻ ഡയറക്ഷൻ ചെയ്ത സിനിമയാണ് തങ്കമണി. ഈ രതീഷ് രഘുനന്ദൻ നേരത്തെ ഡയറക്ഷൻ ചെയ്ത പടമാണ് ഉടൽ. ഉടൽ എന്ന് പറഞ്ഞത് നമുക്കറിയാം, ഒരാൾ വീട്ടിലകപ്പെട്ടു പോയത്, വെളിയിലിറങ്ങാൻ പറ്റുന്ന പാട്, അതിനകത്തുള്ള കുറച്ച് വയലൻസ്, ഇതൊക്കെ കണ്ട് മേക്കിംഗ് സ്റ്റൈലൊക്കെ കണ്ട് ഈ രതീഷ് രഘുനന്ദനെ കുറേ പേര് പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് അത് പോട്ടെ. അപ്പം ഈ തങ്കമണിയിലോട്ട് വരുവാണെങ്കിൽ, തങ്കമണി ഇപ്പോൾ ഈ പടം കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഈ തങ്കമണി ഇൻസിഡൻറ്റ് നമ്മൾ ഇപ്പം കേട്ട് പല യൂട്യൂബ് ചാനലുകാരെയൊക്കെ കേട്ട് നമുക്ക് നമ്മുടെ മനസ്സിൽ കുറേ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്ത് വെക്കും. കാരണം നമ്മൾ ആ കഥകൾ എങ്ങനെയായിരിക്കും, ആ കഥകളെല്ലാം നോക്കി ആ കഥകളെല്ലാം കേട്ട് നമ്മളൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് നമ്മളെല്ലാം കാണും, നമ്മുടെ ഉൾമനസ്സിൽ കാണും. ആ കഥ മനസ്സിലാക്കിയിട്ട് ഈ ഒരു പടം കാണുമ്പം അത്രയൊന്നും എനിക്ക് തോന്നിയില്ല. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു തങ്കമണി എന്ന് പറഞ്ഞൊരു ഇൻസിഡൻറ്റ് എനിക്ക് തോന്നുന്നു 25% ഈ പടത്തിൽ കാണത്തുള്ളൂ. ബാക്കിയെല്ലാം തിരക്കഥ എഴുതി ചുമ്മാ കുളവാക്കിയതിൻ്റെ കൂട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ സ്റ്റാറി നോക്കുകയാണെങ്കിൽ മെയിൻ ക്യാരക്ടർ അറിയാല്ല, ദിലീപാണ് മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത്. ആബേൽ ജോഷോ മാധവ് പറയാൻ നോക്കുകയാണെങ്കിൽ, പുതിയ ഒരു വിഗ്, നമ്മളൊരു 86 നടക്കുന്ന ഒരു സ്റ്റോറി ആകുമ്പോൾ ആ സമയത്ത് എല്ലാവരുടെയും മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു വിഗും, പിന്നെ ഇതുപോലെ കൃതാവ് എന്തോ കാണിച്ചു വെച്ചേക്കുന്നത് ഒറിജിനാലിറ്റി തോന്നണം. ഇത് ഒരു മേക്കപ്പ് ആയാലും ഒരു വിഗ് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ചേരാത്ത ഒരു കൃതാവും കയറ്റി വെച്ച് ഒരിക്കലും ചേരാത്ത ഒരു മേക്കപ്പ്. എല്ലാവരുടെയും ഒരു സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ ഇവിടെ വരെ കൃതാവ് കാണും. അതാണ് കാണിക്കാൻ. പിന്നെ അതിൻ്റെ അകത്തെ കുറേ ഷോട്ടുകൾ ഓരോ സിനിമയിലൊക്കെ കണ്ട ഷോട്ടുകൾ കാണിക്കുന്നുണ്ട്. നമുക്കത് ഓർമ്മ വരും, ഇത് നേരത്തെ സിനിമയ്ക്കകത്ത് കണ്ട. പിന്നെ ചില തമിഴ് സിനിമയുടെ മേക്കിംഗ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, ഈ മലയാളത്തിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. ഏകദേശം വിക്രത്തിനകത്താന്ന് തോന്നുന്നു, ഒരു കല്യാണത്തിനകത്ത് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു സീനുണ്ടല്ലോ, അതിനകത്ത് വിക്രം വന്ന് അവിടെ വെച്ചൊരു ഫൈറ്റ് ചെയ്ത് കാണുമല്ലോ. അതേപോലെ സെയിം ഒരു കല്യാണത്തിൻ്റെ കല്യാണ വീട്ടിൽ നടക്കുന്ന ഒരു ചെറിയൊരു ഫൈറ്റ് പോലെ ഉണ്ട്. അത് ഫൈറ്റല്ല, ഒരു ഇതുണ്ട്, ഇനി ഒരു ചെറിയൊരു കൊലപാതകമുണ്ട്. അത് കാണിച്ചു വെച്ചേക്കുന്നത് നമുക്കത് തോന്നുമ്പോഴേ മനസ്സിലാവും ഇതേപോലെ വിക്രത്തിനകത്ത് ഇതേപോലെ ഒരു സീനുണ്ടല്ലോ, അത് കണ്ടിട്ട് എടുത്തേക്കുന്ന സീനാണെന്ന് തോന്നും. പക്ഷേ അതേപോലെ ഒന്നും എനിക്ക് തോന്നിയില്ല. രതീഷ് രഘുനന്ദൻ ഇതിനകത്ത് പാളിപ്പോയി. ചില ഷോട്ടുകൾ, പല ആവശ്യമില്ലാത്ത ഷോട്ടുകൾ, വൈഡ് ഷോട്ടുകൾ, ആംഗിൾ ഷോട്ടുകൾ എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചില നമ്മൾ കറങ്ങിയെടുക്കുന്ന കുറേ ഷോട്ടുകളുണ്ട്. തല കറങ്ങുമ്പോൾ നമ്മൾ ക്യാമറ എടുത്ത് ഇങ്ങനെ ചുമ്മായിട്ട് കറക്കുന്ന ആ ഷോട്ടുകളെല്ലാം കറക്റ്റ് എടുത്ത് വെക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത കുറേ ഷോട്ടുകൾ കയറ്റി സമയം കളയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഫൈറ്റിനകത്ത് നോക്കുവാണെങ്കിൽ സ്ലോ മോഷൻ ഫൈറ്റ്. തുടക്കം തന്നെ ഒരു കൊലപാതകം കാണിക്കുന്നുണ്ട്. ഒരു കത്തനാറിൻ്റെ വീട്ട്, തുടക്കം നമ്മൾ വിചാരിക്കുന്ന ഒരു കത്തനാറിൻ്റെ വീട്ട്, ഒരു സീരിയൽ കില്ലറിൻ്റെ വീട്ട് ഇറങ്ങി വന്ന് കാണിക്കുന്നുണ്ട്. അവിടെ വെച്ച് ഒരു കൊലപാതകം നടത്തുന്നുണ്ട്. ആ കൊലപാതകം കാണുവാണെങ്കിൽ നമുക്ക് തോന്നുന്നില്ല ഒരു ഫൈറ്റ് ഉണ്ടെന്നുള്ളൊരു സീന്. ഒരു ചുറ്റിക ഇതുകൊണ്ട് വയലൻസ് കാണിപ്പിക്കാൻ വേണ്ടിയായിരിക്കും കുറേ കയ്യിലും ഒക്കെ അടിച്ച്, അത് പിന്നെ അതിൻ്റെ റിവെഞ്ച് കാണിക്കുന്നുണ്ട്, എല്ലാം വെറുതെ. നമുക്ക് തോന്നുന്നില്ല, ഒരു ഫൈറ്റ് കാണിക്കുന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതിനകത്ത് കമ്മീഷണർ ഓഫീസർ, IPS ഓഫീസർ, ഒരു ലേഡീസ് IPS ഓഫീസർ വരുന്നുണ്ട്. എനിക്ക് പണ്ട് ശകുനി എന്ന് പറഞ്ഞൊരു പടം കാർത്തിയുടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ഒരു 12 വർഷം മുമ്പേ, എനിക്ക് 2012 ആ സമയം. പ്രണിത സുഭാഷ് എന്ന് കണ്ട അവരുടെ പേര്, ആ IPS ഓഫീസറായിട്ടുള്ള, ഒരിക്കലും ചേരാത്ത റോള്. കാരണം ഇവരെ എന്തിനാ എടുത്ത്, ഞാൻ 2-3 തമിഴ് സിനിമയിലും മാസിനകത്തൊക്കെ ഉണ്ട്, തമിഴ് സിനിമയിലും പിന്നെ കുറച്ച് തെലുങ്ക് സിനിമയിലൊക്കെ ഉണ്ട്. ആദ്യമേ തന്നെ തമിഴ് സിനിമയിൽ കൊണ്ടുവന്നിട്ട് അവരെ ആദ്യമേ തന്നെ ഔട്ടാക്കി വിട്ടിട്ടുണ്ട്. പക്ഷെ അവരെ പിടിച്ചുകൊണ്ട് വരേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നിന്ന് ഒരു ലേഡിയെ പിടിച്ച് IPSൻ്റെ ഒരു വേഷം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോന്നി, ഇത് ലേഡീസ് IPS ഓഫീസറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ലേഡി IPS ഓഫീസർ മലയാളത്തിലും വന്നിട്ടുണ്ട്. ഒരു സമയത്ത് മലയാളക്കരയിലെല്ലാം പിടിച്ചു കുലുക്കി സീരിയലിൻ്റെ പേരെടുത്ത ദീപ്തി IPSൻ്റെ ഒക്കെ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇപ്പം യൂട്യൂബിൽ കാണിച്ച് വെറുപ്പിച്ചുകൊണ്ട്, യൂട്യൂബ് ഉണ്ട് ദീപ്തി IPSൻ്റെ, ഇപ്പം യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. പക്ഷേ യൂട്യൂബ് ചാനലിൽ ഇടുന്ന വീഡിയോസൊക്കെ ചില വീഡിയോസൊക്കെ കോമഡി, എങ്കിലും അവരെയൊക്കെ കൊതുകിനെ അടിച്ചുകൊണ്ടിരിക്കാതെ ഇതിനകത്തോട്ടൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് റോളൊക്കെ കൊടുക്കാമായിരുന്നു. ഈ തെലുങ്കിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് കുളവാക്കുന്നതിനെക്കാട്ടും നല്ല അവരത് നല്ലോണം ചെയ്തേനെ. ആ ചേച്ചി കൂടുതൽ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. ഒരു അറ്റൻഷൻ, ഒരു സല്യൂട്ട് കൊടുക്കുന്ന സീനുണ്ട്, തോക്ക് പിടിക്കുന്ന സീനുണ്ട്. ഇതൊന്നും ഒരു പെർഫെക്ഷൻ തോന്നുന്നില്ല. പിന്നെ കാര്യം പറച്ചിൽ നമുക്കറിയാം, ഇത് മലയാളിയല്ല, വെളിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. എനിക്ക് തോന്നുന്നു ഇവർക്ക്
മലയാളം എന്തോ കേൾക്കുമ്പം അറിയാമെന്നൊക്കെ ചില ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ അടുത്ത് ഈ ഡയറക്ടർ പോയി എന്ത് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു അവരുടെ അടുത്ത് സിനിമയിൽ മലയാളം അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഈ രതീഷ് രഘുനന്ദൻ അതിൻ്റെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞു കാണും, നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങളിങ്ങോട്ട് വന്നാൽ മതി, കേരളത്തിൽ ഇങ്ങോട്ട് വന്ന് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഡയലോഗ് വരുമ്പം ഒരു ബബിൾ കം വായിലിട്ട് തരും, ഒരു ചൂയിങ് കം വായിലിട്ട് തരും. അത് നിങ്ങളിങ്ങനെ ഡയലോഗാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചവച്ച് ഇരുന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ അതിനകത്ത് ഡബ് ചെയ്ത് ശബ്ദം കയറ്റിക്കൊള്ളാം. ഇങ്ങനെ ആയിരിക്കും പറഞ്ഞത്. കറക്റ്റ് അത് അറിയാനുണ്ട്. ചില ഇംഗ്ലീഷ് വേർഡ് മാത്രം വായിക്കാത്ത എന്തോ കറക്റ്റ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള മലയാളം പറയുന്നത് മൊത്തം എന്തോ കാണിച്ചു വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞ വിട്ട് ബബിൾ കം ചോദിക്കുന്നതിൻ്റെ വിട്ടേ നമുക്ക് തോന്നുന്നുള്ളൂ, എന്തോ ഇരുന്ന് പറയുന്നതിൻ്റെ വിട്ട്. അപ്പോൾ അതാണ് ലേഡീസ് ഒരിക്കലും മാച്ച് ആവാത്ത ക്യാരക്ടർ. പിന്നെ ഇതിനകത്ത് എന്തോ പറയുന്നത് മേക്കിങ് അറിയാം. മേക്കിങ് എനിക്ക് ഒരു വലിയ മേക്കിങ് ആയിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഒരു പഴയ കാലഘട്ടം കാണിക്കുമ്പം ഇത് എന്തൊക്കെയോ തട്ടിക്കൂട്ടി ആ ഒരു ഇൻസിഡൻറ്റിനെ ആസ്പദമാക്കി എന്തൊക്കെയോ തട്ടിക്കൂട്ടി ഇറക്കിയ ഒരു സ്റ്റോറി ആയാലും എല്ലാം. പിന്നെ ഇമോഷൻ കാണിക്കാൻ വേണ്ടി ചില തങ്കമണിയിൽ നടന്ന ചില ഇൻസിഡൻറ്റ് കേട്ടിട്ടുണ്ട്. ഇതേപോലെ വീട് ആക്രമിക്കുന്ന പോലീസുകാർ, അങ്ങനെ വീട് ആക്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഇതിനകത്ത് കുറച്ച് ഓവറായിട്ട് സിനിമാറ്റിക് മോഡലിലാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ചിലയിടത്തൊക്കെ ഇമോഷനി ചെറുതായിട്ട് വർക്കൗട്ടുണ്ട്. അല്ലാതെ ഇതിനകത്ത് പടത്തിൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ ഒന്നുമില്ല. ഒരു അഭിനയം പോലും ചിലവരുടെ എന്ന് വെച്ചാൽ ഈ പേട്ടൻ ദിലീപിൻ്റെയൊക്കെ ചിലയിടത്തൊക്കെ ഇത് കുഴപ്പമില്ല. ബാക്കി ആ ആക്ഷൻ സീനൊന്നും പുള്ളിക്ക് പറ്റത്തില്ല. ഞാൻ ചില വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്ക് ആക്ഷൻ സീൻ പറ്റത്തില്ല. പിന്നെ ഇത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് ഈ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്, അത് കാണുമ്പോൾ അറിയാം. അതിൽ ഈ വിഗിൻ്റെയും കൃതാവിൻ്റെയും കൂട്ടത്തിൽ മെയിൻ മേക്കമ്മമാർ ശ്രദ്ധിക്കുന്നതാണ് ഇതിൻ്റെ ലിപ്സ്റ്റിക്ക് ആണുങ്ങളായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ലിപ്സ്റ്റിക്ക് ചിലപ്പോൾ ഇങ്ങനെ ചുവപ്പ് കാണിക്കാൻ വേണ്ടി ലിപ്സ്റ്റിക്ക് ഇട്ട് ഇതാക്കിയിട്ടുണ്ട്. നമുക്ക് അറിയാൻ പറ്റും ആ തൊലിയുടെ കളറിൻ്റെ അകത്ത് ലിപ്സ്റ്റിക്ക് അടിച്ച് കയറ്റിയിട്ട്. ആണുങ്ങളായാലും പെണ്ണുങ്ങൾക്ക് ഓൾറെഡി ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കും. ഇത് ആണുങ്ങൾക്ക് വരെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് വില്ലനാണ് മനോജ് കെ ജയൻ ആണെങ്കിൽ കറുത്ത ലിപ്സ്റ്റിക്കാണ്, ഇല്ല ചോക്ലേറ്റ് കളറിലെ ലിപ്സ്റ്റിക്ക്. അപ്പോൾ വില്ലനെന്ന് അറിയിക്കാൻ വേണ്ടിയായിരിക്കും ചോക്ലേറ്റ് കളറിലെ സിഗരറ്റൊക്കെ വലിക്കില്ല, അപ്പോൾ ചോക്ലേറ്റ് കളറിലെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മനോജ് കെ ജയൻ്റെ ആക്ടിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണുകൊണ്ടാണ് പുള്ളി കഥകളി കാണിക്കുന്നത്. ചില ഈ അനന്തപുരത്തിനകത്ത് കാണിക്കുന്നുണ്ടോ ഇങ്ങനെ കാണിക്കുന്നത് കഥകളി പോലെ. ആ ഒരു സെയിം അഭിനയം തന്നെയാകും, കൂടുതൽ ഇമ്പ്രൂവ് അതേ രീതിയിൽ തന്നെ എടുത്ത് കാണിച്ചു വെച്ചിട്ടുണ്ട്. തങ്കമണി ഇൻസിഡൻറ്റ് കാണിക്കാൻ ശ്രമിച്ച് ഇതൊരു ചെമ്പ് മണിയായി പോയതിൻ്റെ കൂട്ടാണ് എനിക്ക് തോന്നിയത്. സീരിയലിൻ്റെ കൂടെ ചിലയിടത്തൊക്കെ സീരിയൽ പോലൊക്കെ നമുക്കൊരു ഇത് തോന്നും. ഇവിടുത്തെ മേക്കിംഗ് ആയാലും അവസാനം ഒരു ഷോട്ടുണ്ട്, ഇന്നത്തെ IPS ഓഫീസർ, ലേഡി IPS ഓഫീസർ, അങ്ങനെ മൊത്തത്തിൽ ചെമ്പ് മണിയായി പോയ ഒരു ഫീലിംഗാണ് എനിക്ക് തോന്നിയത്. വലിയ രീതിയിൽ ആ ഒരു നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും ആ ഒരു സിനിമയെന്ന് പറഞ്ഞാൽ എന്തോ നമ്മളൊരു റിയൽ ഇൻസിഡൻറ്റിനെ ആസ്പദമാക്കി ഇറക്കുമ്പോൾ അത് നമുക്കൊരു ഫീൽ ചെയ്യണം. ഇപ്പോൾ ഇതിന് മുമ്പ് കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇതിന് മുമ്പ് ഇറങ്ങിയത് മഞ്ഞുമൽ ബോയ്സ്, നമുക്കത് തുടക്കം ഒരു സിനിമയിലാക്കി നമ്മളെ പിടിച്ചിരുത്തി കാണിക്കുന്നുണ്ട്. ഇത് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. ചുമ്മാ ഒരു സിനിമ തട്ടിക്കൂട്ടി ഒരു ഇൻസിഡൻറ്റിനെ തട്ടിക്കൂട്ടി ഇറക്കിയിട്ടുണ്ട്. അല്ലാതെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.